ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ സ്പെഷ്യൽ ഒരു ഉള്ളി ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി ടേസ്റ്റി ചമ്മന്തിയാണ്. കുറച്ച് ചീരുള്ളി വേണം, കറിവേപ്പിൻ്റെ ഇല വേണം, പിന്നെ വെളുത്തുള്ളി വേണം. വെളുത്തുള്ളി ഒന്നോ രണ്ടോ മതി, പക്ഷെ ഞാൻ അതിൽ വെളുത്തുള്ളി ഇട്ടിട്ടില്ല. പിന്നെ കറിവേപ്പിൻ്റെ ഇല, പുളി നമുക്ക് കുരു ഒഴിവാക്കിയിട്ടുള്ള പുളി വേണം. പിന്നെ ചില്ലി ഫ്ലെക്സ് ഫ്ലെക്സും വേണം. അതും വേണം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ചീരുള്ളിയും കരിവേപ്പിൻ്റെ ഇലയും പുളിയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ആ പുളിൻ്റെ ആ ടേസ്റ്റ് ആ ചീരുള്ളിയിലൊക്കെ എത്തണം. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്കതിൽ ഉപ്പ് ലാസ്റ്റ് ഇട്ടാൽ മതി. ഞാൻ ഉപ്പിട്ടിട്ടില്ല. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചില്ലി ഫ്ലെക്സ് ഇട്ട് 2 ടീസ്പൂൺ ചില്ലി ഫ്ലെക്സ് ഉണ്ട് കേട്ടോ. ഇത് വല്ലാണ്ട് എരിവില്ല, അപ്പോൾ നമുക്ക് ഉപയോഗിക്കാനും അത്രക്ക് എരിവുണ്ടല്ലോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു എരിവാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത് ഉപ്പ് കുറച്ച് ഉള്ളിയൊക്കെ ഒന്ന് വെന്ത ശേഷം നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ഒന്നും കൂടെ വാട്ടിയ ശേഷം മിക്സിയിൽ അടിച്ചെടുത്താൽ മതി. നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ വേറെ ഒരു കൂട്ടാനും വേണ്ട, തേങ്ങ വേണ്ട. ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. തേങ്ങ നമുക്ക് ചിരകി എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ചിലർക്ക് തേങ്ങ ചമ്മന്തിയൊക്കെ കൂട്ടുമ്പോൾ ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ടാവും. പക്ഷെ ഇവിടെ ആ ഒരു പ്രോബ്ലമേ ഉണ്ടാവില്ല. നല്ല ടേസ്റ്റാണ്. ഞാൻ ഗ്യാരണ്ടി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഞാൻ ചമ്മന്തി അരച്ചെടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് പുളിയും ഉപ്പും എരിവൊക്കെ ഉണ്ട്. ചോറിന് ഇത് മാത്രം മതി കൂട്ടാൻ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. നിങ്ങളെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്